പറഞ്ഞിരിക്കുന്നെങ്കിലും കോടതിയിൽ പോയി പരാജയപ്പെട്ട് ലഭ്യനായി തീർന്ന ഒരു ഹർജി അതിന്റെ പേരിൽ ഇപ്പോൾ സെൻസർ ബോർഡിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നാലാമത്തെ പ്രധാനപ്പെട്ട ടേക്ക്. ഇനി ഈ വ്യക്തികളല്ല യഥാർത്ഥത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നത്. ഒരു സംവിധാനമാകെ സമ്മർദ്ദത്തിന് കീഴ്പ്പെട്ടു പോകുന്ന നിലയിലാണ് സൈബർ ലിഞ്ചിങ് നമ്മൾ നടന്നിരിക്കുന്നത്. ആ സൈബർ ലിഞ്ചിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഈ എമ്പുരാൻ എന്ന സിനിമയിൽ 24 കെട്ട് വന്നിരിക്കുന്നത്. ആ സമ്മർദ്ദം എന്നുള്ളത് ഏതെങ്കിലും തരത്തിൽ വ്യക്തികൾ നേരിട്ട് നടത്തുന്ന സമ്മർദ്ദമല്ല. നേരത്തെ സുജയ ഫാസിസത്തെ നിർവചിച്ചത് ഏതെങ്കിലും ഒരു പോലീസുകാരനോ ഏതെങ്കിലും ഒരു പട്ടാളമോ. ആ ഫാസിസം അല്ല ഇന്ന് ഇന്ത്യയിൽ പതിപ്പ് എന്ന് പറയുന്നത്. അത് നവഫാസിസമാണ്. അതിന്റെ രൂപം എന്ന് പറയുന്നത് സമൂഹം സ്വയമേവ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഓട്ടോമാറ്റിക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, സ്വയം പര്യാപ്തമായ ഒരു ഫാസിസ്റ്റ് സമൂഹമായി നമ്മൾ മാറുന്നു എന്നതിന്റെ തെളിവാണ് ഈ സമ്മർദ്ദം സൈബർ ലിഞ്ചിങ് ആയി വരുന്നത്. കൊണ്ട് സമ്മർദ്ദമില്ല എന്ന വാദം തെറ്റ്. 2, വിശ്വരൂപത്തിന് കേരളത്തിന്റെ റിലീസിങ്ങിന് ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ തെക്കേ ഇന്ത്യയിൽ വളരെ നന്നായിട്ട് ആ സിനിമ റിലീസ് ചെയ്തു. വളരെ നന്നായിട്ട് കളിച്ച സിനിമ കേരളത്തിലാണെന്ന് മാത്രമല്ല കേരള പോലീസ് എല്ലാ തിയേറ്ററുകളിലും പ്രൊട്ടക്ഷൻ കൊടുത്താണ് വിശ്വരൂപം എന്ന സിനിമ പ്രദർശിപ്പിച്ചത്. ആ വാദവും തെറ്റ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം താങ്കൾ ഇങ്ങനെ വാദം ഒന്ന് തെറ്റ്.